ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്റ്റോറീസ് ഓഫ് നിറ. ഇന്ന് നമ്മുടെ ആൻഡമാൻ ട്രിപ്പ് ഡേ 3 ആണ് കേട്ടോ. ഏർലി മോർണിംഗ് തന്നെ നമ്മൾ പോർട്ട് പ്ലെയറിലെ റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് നേരെ വന്നത് ഹാവ്ലോക്കിലേക്കുള്ള ഫെറി ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ് കേട്ടോ. അങ്ങനെ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു. ഗ്രീൻ ഓഷ്യൻ എന്ന് പറയുന്ന ഒരു ഫെറിയാണ് നമുക്ക് കിട്ടിയത്. ടിക്കറ്റിന്റെ പ്രൈസ് അറൌണ്ട് 1200 പെർ ഹെഡ് വരുന്നുണ്ട് കേട്ടോ. ദേ ആ കാണുന്ന ഫെറിയാണ് ഗ്രീൻ ഓഷ്യൻ. ടിക്കറ്റ് എല്ലാം എടുത്തു കഴിഞ്ഞ് ഫസ്റ്റ് ബാഗ് എല്ലാം കൊടുത്തിട്ട് വേണം അകത്ത് കയറാൻ. ഷോൾഡർ ബാഗ് മാത്രം അകത്ത് അലൗഡ് ആണ് കേട്ടോ. എക്കണോമിക് ക്ലാസ്സിലായിരുന്നു കേട്ടോ ടിക്കറ്റ് നമുക്ക് അവൈലബിൾ ആയിരുന്നത്. ജസ്റ്റ് നമ്മൾ ബാഗ് മാത്രം സീറ്റിൽ വെച്ചിട്ട് നേരെ ടോപ്പിലോട്ട് വിട്ടു. ടോപ്പിലായിരുന്നു കേട്ടോ ശരിക്കും നൈസായിട്ടുള്ളൊരു ആംബിയൻസ് കിട്ടുന്നുണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ കുറച്ച് പേരെ ടോപ്പിലുണ്ടായിരുന്നുള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞതും എല്ലാവരും മുകളിലെത്തി. മെയിനായിട്ട് ഇതേ ഈ സൺറൈസ് കാണാൻ വേണ്ടിയായിരുന്നു എല്ലാവരും മുകളിലോട്ട് വന്നത്. അങ്ങനെ തറയിൽ നിന്നിട്ടും ആകാശത്തിൻ്റെ മുകളിൽ നിന്നിട്ടും ഇപ്പതേ വെള്ളത്തിൻ്റെ നടുക്ക് നിന്നിട്ടും ഒരു സൺറൈസ് കണ്ടു. അത്ര നേരം വരെ ആ ഫെറിയിലുണ്ടായിരുന്ന ആരെയും പരിചയം ഉണ്ടായിരുന്നില്ലെങ്കിലും സോങ് വെച്ച് കഴിഞ്ഞതും പരിചയമുള്ളവരൊന്നും ഇല്ലാത്തവരെന്നുള്ള ഡിഫറൻസ് തന്നെ ഇല്ലാതായി. നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. ജെൻസും ലേഡീസും കുട്ടികളും എല്ലാവരും കൂടെ കൂടി. പിന്നെ ഒത്തിരി നേരം ഡാൻസും സോങ്ങും ഒക്കെ ആയിട്ട് ടൈം അങ്ങനെ കടന്നു പോയിട്ടോ. പിന്നെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് സൺറൈസിന്റെ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. ഹാവ്ലോക്കിലേക്ക് പോകുന്ന വഴിക്ക് ഒത്തിരി ചെറിയ ചെറിയ ദ്വീപുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഹാവ്ലോക്കിൽ റീച്ചായി. നേരുവാണെങ്കിൽ ദേ എനിക്കെല്ലാം ഇവിടെ നേരത്തെ പരിചയമുണ്ടെന്നുള്ള ഭാവത്തിലാണ് നടത്തും. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഹാറ്റ് ഇടാൻ സമ്മതിക്കാതെ നടക്കുക. അവിടെ ഇറങ്ങിയത് നേരെ പോയത് സ്കൂട്ടി റെന്റൽ എടുക്കാനായിരുന്നു കേട്ടോ. അങ്ങനെ സ്കൂട്ടിയും കിട്ടി. പെർ ഡേ 500 ഇവിടെ നിന്ന് കിട്ടിയത്. പിന്നെ നേരെ ചെന്ന് റൂം എടുത്തു. അങ്ങനെ റൂമിൽ ചെന്ന് ഫുഡെല്ലാം കഴിച്ച് ഒരു 1 അവർ റെസ്റ്റ് ഒക്കെ എടുക്കുമ്പോഴേക്കും ഈവനിങ് 3 o'clock ആയിട്ടോ. അവിടെ നമ്മൾ നേരെ വിട്ടത് രാധാനഗർ ബീച്ചിലെ സൺസെറ്റ് കാണാനായിരുന്നു. കയ്യിൽ സ്കൂട്ടിയും ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് റൂട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 10 minutes കൊണ്ട് നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തി. പിന്നെ സ്കൂട്ടി എല്ലാം പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി നടന്നു. ആൻഡമാനിൽ പിന്നെ നമ്മൾ എവിടെ പോവാണെങ്കിലും പാർക്കിങ്ങിന് ചാർജ് ഇല്ല കേട്ടോ. രാധാനഗർ ബീച്ചിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ നമുക്ക് കിട്ടുക. ഈ കാണുന്നത് മാംഗ്രോവ് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഇതിനകത്തോട് ബീച്ചിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അത് വേറൊരു ഭംഗിയായിരുന്നു. രാധാനഗർ ബീച്ച് ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബീച്ചാണ് കേട്ടോ. അതിനുള്ള റീസൺ എനിക്ക് ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരുന്നു. നമ്മുടെ കണ്ണുകൊണ്ട് മാത്രം വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിയാണ് കേട്ടോ നമുക്കവിടെ കാണാൻ പറ്റിയത്. അവിടുത്തെ മണലിന് പോലും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നമ്മുടെ നാട്ടിൽ ബീച്ചിൽ കാണുന്ന ഒരു കോമൺ മണലിൻ്റെ ടൈപ്പല്ല ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഫുള്ളും ഒരു ഫൈൻ വൈറ്റ് സാൻഡാണ്. അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയും. സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ സൺസെറ്റ് കാണാൻ ടൂറിസ്റ്റുകളുടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഹാവ്ലോക്കിൽ എത്തിക്കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ 100% ആളുകളും ചൂസ് ചെയ്യുന്ന സ്പോട്ടാണ് കേട്ടത്. നേരെ ഇവിടെ എത്തിയതും പിന്നെ ഫുൾ കളിയായിരുന്നു. ബീച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോരുത്തരും കൊച്ചു കുട്ടികളെ പോലെ ആവുന്നുള്ളതാണ് കേട്ടോ സത്യം. കുറേ നേരം ബീച്ചിൽ കളിച്ചു. പിന്നെ ഒത്തിരി ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 5:30 ആയപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റും കാണാൻ പറ്റി. നേരെ ഫുൾ കളി എന്ന് പറഞ്ഞാൽ ഫുൾ കളിയായിരുന്നു കേട്ടോ. വെള്ളത്തിൽ ആള് ഫുൾ നനഞ്ഞ് കുളിച്ചതേ തണുത്തിട്ട് നിൽക്കുന്നതാ. അവൾക്കുള്ള എക്സ്ട്രാ ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് സീഷോറിൽ വന്നതും അവളുടെ ഡ്രസ്സ് ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തു. അവളുടെ പപ്പ ഷർട്ട് അഴിച്ചു വെച്ചുകൊണ്ട് ആൾക്ക് വലിയ സീൻ ഉണ്ടായില്ല. ബട്ട് പാവം ഞാനാണ് കഴിച്ച് ശരിക്കും പെട്ടത്. ഫുള്ളും നനഞ്ഞു കുളിച്ചു. റൂം എത്തുന്നത് വരെ തണുത്തു പോകേണ്ട അവസ്ഥയായി. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഒരാൾ നമുക്കൊരു DJ പാർട്ടിയുടെ ഇൻവിറ്റേഷൻ ലെറ്റർ തന്നു. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഷെഡ്യൂളിൽ ഒരു DJ പാർട്ടി കൂടെ ആഡ് ആയിട്ടോ. അങ്ങനെ റൂം എത്തിയതിന് ഡ്രസ് ചേഞ്ച് ചെയ്ത് പാർട്ടിക്ക് റെഡിയായി. ഹാവ്ലോക്ക് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ബീച്ച് റിസോർട്ടിലായിരുന്നു കേട്ടോ പാർട്ടി. ഇതിനകത്ത് തന്നെ സീ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റും നെമോ കഫേ എന്ന് പറയുന്ന ഒരു ബീച്ച് ക്ലബ്ബും ബാറും ഉണ്ട് കേട്ടോ. DJ പാർട്ടിക്ക് ഫ്രീ എൻട്രി ആയിരുന്നു. അകത്ത് കയറിയതും അവിടുത്തെ ആംബിയൻസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. DJ ലൈറ്റും സോങ്ങും എല്ലാം കൂടി ആയപ്പോൾ നേരുവിനും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ റിസോർട്ട് ഫുള്ളും നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരെ നെമോ കഫേയിലേക്കാണ് കേട്ടോ പോയത്. ബിക്കോസ് അവിടെയായിരുന്നു DJ പാർട്ടി നടക്കുന്നുണ്ടായിരുന്നത്. അവിടെ പോയി നോക്കുമ്പോൾ ബീച്ചിന്റെ ഒരു സൈഡായിട്ട് ഇങ്ങനെ കുറെ ഡെക്കറേഷൻസ് കാണാം കേട്ടോ. ബർത്ത്ഡേ പാർട്ടീസും കാൻഡിൽ ലൈറ്റ് ഡിന്നറും നടത്താനുള്ള ഒരു സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ആണ് കേട്ടോ ഇത്. അവിടെ ഇരിക്കാൻ തന്നെ 2000 rupees പേ ചെയ്യണം. പിന്നെ ഫുഡും ബാക്കിയെല്ലാം അഡീഷണലും. പിന്നെ നോർമലായിട്ട് പോയിട്ട് ഇരിക്കാനും ഫുഡ് കഴിക്കാനുള്ള ടേബിൾ വേറെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല കേട്ടോ. ബിക്കോസ് ആൽക്കഹോൾ ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്നാണല്ലോ. ബട്ട് എവിടെ നോക്കിയാലും അത് മാത്രമാണ് ഇവിടെ കൂടുതലും കാണുന്നുണ്ടായിരുന്നത്. പിന്നെ അതൊരു പൂൾ റിസോർട്ട് കൂടി ആയിരുന്നു കേട്ടോ. നേരിന് പൂള് കണ്ടതും പിന്നെ അവിടെ കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരേ വാശി. ബട്ട് എക്സ്ട്രാ ഡ്രസ്സൊന്നും കയ്യിൽ വെക്കാതെ വന്നുകൊണ്ട് ഞാൻ അവിടെ പൂളിൽ ഇറങ്ങാൻ സമ്മതിച്ചില്ല. പിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് കളിക്കുമ്പോഴേക്കും ആൾക്ക് ഫുഡ് വേണമെന്ന് പറയാൻ തുടങ്ങി. പിന്നെ ഫുഡെല്ലാം മേടിച്ച് കഴിക്കുമ്പോഴേക്കും അവിടെ DJ പാർട്ടി തുടങ്ങി കേട്ടോ. പിന്നെ കുറച്ച് ഡാൻസ് എല്ലാം ചെയ്ത് നേരെ റൂമിലോട്ട് വിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒത്തിരി അടിപൊളി വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരയ്ക്കും ബൈ.